അപ്പൊ അങ്ങൊരു അവസാന ഘട്ടത്തിൽ ഒരു ബെറ്റ് മുന്നോട്ട് വെച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങേ മുഹമ്മദ് റിയാസ് അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കഥ മാറിയാനെ. അല്ല, 1.5 വർഷമായിട്ട് ഞാൻ പിണറായിക്കെതിരെ ഈ പറയുന്ന പിണറായിസം അതാണല്ലോ കേരളത്തിൽ ചർച്ച ചെയ്യാത്. മരുമോനിസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കോഴിക്കോടൊക്കെ തകർന്നടിഞ്ഞത്. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിയത്. അതിൽ എനിക്ക് 28 കേസിലെ പ്രതിയാണ് ഞാൻ. ED കേസ് ഉൾപ്പെടെ മറ്റു കേസുകൾ, എൻ്റെ സമ്പത്ത് മുഴുവൻ കണ്ടുകെട്ടപ്പെട്ടു. ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ടും ഞാൻ പോരാട്ടം നടത്തി. ആ സമയത്താണ് ഞാൻ ഈ കോഴിക്കോട് പോയിട്ട് ബേപ്പൂർ പോയിട്ട് മത്സരിക്കുന്നത്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. അതിൽ അവസാനം അദ്ദേഹത്തെ മൊട്ടയടിക്കാൻ വെല്ലുവിളിച്ചു. ആ മൊട്ടയടിക്കാൻ അദ്ദേഹം ഏറ്റെടുക്കാത്തതുകൊണ്ട് പടച്ചോൻ കാത്തു. ഇല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട ഞാൻ ഇനിയിപ്പോൾ മൊട്ടയും കൂടി അടിച്ച് ഇവിടെ നടക്കേണ്ടിയിരുന്നു. ഏറ്റെടുക്കാനുള്ള ധൈര്യം പോലും അദ്ദേഹം കാണിച്ചു ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടല്ല അപരന്മാരടക്കം നിർത്തിയത്. അപരന്മാരെ നിർത്തി 10,800 വോട്ട് അങ്ങനെ മറിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക, കൊലയാണ് നടത്തുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അതിന് പുറമെയാണ് 2021 BJPക്ക് 24,000 ചില്ലാനം വോട്ടുണ്ടായത്. 19,800 വോട്ട് ആ മണ്ഡലത്തിൽ വർദ്ധിക്കുമ്പം BJPക്ക് ആകെ വർദ്ധിച്ച 200 വോട്ടാണ്. അമിത്ഷാ വന്ന ഏക മണ്ഡലം കോഴിക്കോട് അതാണ്. 35,000 വോട്ടിൻ്റെ ക്ലെയിം അമിത്ഷാ പറഞ്ഞ മണ്ഡലം ഈ ബേപ്പൂരാണ് BJPക്ക്. അപ്പോൾ BJPൻ്റെ ഈ 10,000 വോട്ട് ഇവിടെ പോയി? ആര് പർച്ചേസ് ചെയ്തു? മുഹമ്മദ് റിയാസ് ഉത്തരം പറയണ്ടേ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാനിപ്പുലേഷൻ അദ്ദേഹം മുമ്പേ പറഞ്ഞതാണ്. 25,000 രൂപ ഒരു വോട്ടിന് കൊടുത്തിട്ടാണെങ്കിലും PV അൻവറിനെ ഞങ്ങൾ ഇരുത്തുമെന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ വിവരം ഞാൻ മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പീരീഡിൽ അത് പ്രാവർത്തികമാക്കി. അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.